നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക് ഫ്രം പൂണോളിൽ സിൽക്സ്. ഇന്ന് റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ്. ഡയബിൾ ആയിട്ടുള്ള ജോർജറ്റും വർക്ക് മെറ്റീരിയലും കൂടെ ചേർന്നിട്ട് വന്നിട്ടുള്ള പാർട്ടിവെയർ ആയിട്ട് നമുക്ക് ഓരോരോ ഡിസൈനർ കോൺസെപ്റ്റിൽ ഓരോ പാറ്റേൺ ചെയ്തെടുക്കാൻ പറ്റാവുന്ന മെറ്റീരിയൽസ്. അതിൽ തന്നെ വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽസ് ഡൈ ചെയ്തെടുത്തിട്ട് നമ്മളിവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്ത ഒരു മെറ്റീരിയലാണ് ഇപ്പോൾ ഞാനിന്ന് ഈ വെയർ ചെയ്തിരിക്കുന്നത്. മേലെ പോർഷൻ വരുന്നത് ഡയബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലിൻ്റെ തന്നെ ജോർജറ്റിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇതൊരു സിൽവർ ഗോട്ട വർക്ക് പോലെ ഇങ്ങനെ വന്നിട്ട് ത്രെഡ് വർക്കും കൂടെ വന്ന് പാർട്ടി വെയർ ആയിട്ടുള്ള ഓരോ ഒക്കേഷൻസിലേക്കൊക്കെ നമുക്ക് പറ്റിയിട്ടുള്ള ഇതിങ്ങനെ ഒരു ജാക്കറ്റ് പോലെയാണ് നമ്മൾ ചെയ്തെടുത്തത്. അതിനുശേഷം ഇവിടെ ബട്ടൺ ലൂപ്പ് ഹോൾ വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റൈലായിട്ട് ചെയ്തെടുത്തു. ഇവിടെ ഹാൻഡ് വർക്ക് കൊടുത്തു. പ്ലെയിൻ ജോർജറ്റ് സ്ലീവ്ലെസ് പോലെ ഇങ്ങനെ ഒരു ഗൗൺ പോലെ ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബോട്ടം പീസും ഇങ്ങനെ തന്നെ വന്നിട്ടുള്ള സെയിം ടോൺ തന്നെ വന്നിട്ടുള്ള കോട്ടൻ്റെ ബോട്ടം പീസ്. അപ്പം നമുക്ക് ഇത്തരത്തിലുള്ള മൈന്യൂട്ടായിട്ടുള്ള ഒരുപാട് കളേഴ്സുകൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയൽസാണിത്. ഇത് ഇങ്ങനെ ഒരു ഏറ്റവും ബേബി പിങ്ക്, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ഭംഗിയുള്ള കളറാണ്. അതുപോലെ ബാപ്റ്റിസം ആ ഒരു ടൈമിലൊക്കെ ഇപ്പം യങ്സ്റ്റേഴ്സ് കൂടുതലായിട്ടും സാരിയേക്കാൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള മെറ്റീരിയൽസാണ്. ഇതിൻ്റെ ഈ ഒരു കളറ് ഇങ്ങനെ വരുന്ന പിന്നെ ബേബി പൗഡർ ബ്ലൂ, പൗഡർ പിങ്ക്, അതൊക്കെ ഒരുപാട് ഒക്കേഷൻസിലോട്ട് നമുക്ക് എപ്പോഴും എൻക്വയറി വരുന്ന കളേഴ്സുകളാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ യൂണിറ്റിൽ ഏറ്റവും കൂടുതൽ ഡൈ ചെയ്ത് പോകുന്നതും ഇത്തരത്തിലുള്ള കളേഴ്സുകളാണ്. അപ്പോൾ അതിന് പറ്റിയിട്ട് മൾട്ടിപർപ്പസ് ആയിട്ട് ഇപ്പം ഇത് തന്നെ ബേബി ഫ്രോക്കായിട്ട് ചെയ്തെടുക്കാം. അങ്ങനെ വരുന്ന ഒരു കളർ തീമിൽ ചെയ്തെടുക്കാനായിട്ട് ഇപ്പം ബ്രൈഡ്സ് മെയ്ഡിന് പറ്റാം. അങ്ങനത്തെ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ ഇട്ടിട്ടുള്ള മെറ്റീരിയൽസ് തന്നെയാണ് ഇത്. ഈ ജാക്കറ്റ് പോലെ ചെയ്തെടുത്തത് ഈ ഒരു ഫാബ്രിക്കാണ്. ഇതിൻ്റെ പെർ മീറ്റർ വരുന്ന 895 ആണ്. ഇത് നമ്മൾ ഓൾറെഡി ഡയബിൾ ആയിരുന്ന മെറ്റീരിയലിനെ ഡൈ ചെയ്ത് ഈ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു കളറിലോട്ട് ഡൈ ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് വരുന്ന ജെറി വരുന്നത് ഈ ഗോട്ടാപ്പട്ടി പോലെ വരുന്നത് ഒരു ഗോൾഡും സിൽവറും കൂടെ മിക്സായി വന്നിട്ട്, സിൽവറും അല്ല ഗോൾഡും അല്ല, അങ്ങനെ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു ഗോട്ട വർക്കാണ് ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഷെയ്ഡിൽ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് 5.5 മീറ്റർ ആയിട്ടുള്ള ഒരു സാരി ആയിട്ടും ചെയ്തെടുക്കാം. നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്തെടുക്കാം. 5.5 മീറ്ററിൽ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു സാരിയുടെ ബ്ലൗസായിട്ടും ഈ ഒരു കളറിനെ നമുക്ക് യൂസ് ചെയ്തെടുക്കാം. പെർ മീറ്റർ 895 ആണ് വരുന്നത്. ഇനിയും ഇതാണ് ഡയബിളായിട്ടുള്ള ജോർജറ്റ് വരുന്നത്. ഇത് പെർ മീറ്റർ 165 ആണ്. വിസ്കോസ് ഡയബിൾ ജോർജറ്റ് ഏറ്റവും കൂടിയ ടൈപ്പിലുള്ള. ഇതിൻ്റെ ഈ ഇഴയടുപ്പം നല്ല തിക്കായി വരുന്നതിനനുസരിച്ചിട്ടാണ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ഈ ഇഴ അടുപ്പം കൂടുതലായിട്ട് കട്ടിയിൽ വരുന്നത് കാരണം ഇത് നല്ല ഹെവി ക്വാളിറ്റി മെറ്റീരിയലാണ്. ഫ്രെയിമിലിട്ട് ഹാൻഡ് വർക്കൊക്കെ ചെയ്യുമ്പോഴേക്കും ഒരു സ്ലിപ്പേജ് വരാത്ത രീതിയിലുള്ള നല്ല ഹെവി തിക്കായിട്ടുള്ള മെറ്റീരിയലാണ് പ്ലെയിൻ ജോർജറ്റ്. 165 ആണ് ഇത് പെർ മീറ്റർ വരുന്നത്, ഹൈ ക്വാളിറ്റി. ഇതാണ് വിസ്കോസ് സാന്തൂൺ വരുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഓരോന്നിൻ്റെയും ബോട്ടം ചെയ്തെടുക്കുന്നത്. വിസ്കോസ് സാന്തൂൺ ഓരോ കളറിലേക്കും ഏത് മൈന്യൂട്ടായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറിലേക്കും നമുക്ക് ഇതിൻ്റെ കളർ ചാർട്ട് PDF ഫയലായിട്ട് നമ്മുടെ വെബ്സൈറ്റിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന വേറൊരു മെറ്റീരിയലാണ് ജോർജറ്റിൻ്റെ ഇതാ ഈ ഒരു സീക്വൻസ് വർക്കും. ഇത് പെർ മീറ്റർ 1100 ആണ്. ഫുൾ ഇപ്പോൾ വരുന്ന ഒരു ട്രെൻഡി മെറ്റീരിയലാണിത്. ഇതൊക്കെ ഇങ്ങനെ തന്നെ ബാപ്റ്റിസത്തിന് യൂസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുപോലത്തെ ഉള്ള 5 സാരിക്കാണ് ഒരേപോലെ നമ്മൾ ഡൈ ചെയ്തെടുത്തിട്ട് ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡിലേക്ക്. ഒട്ടും എഴുന്ന് നിൽക്കയില്ല. ഈ വിസ്കോസ് ജോർജറ്റ് ആയതുകൊണ്ട് നമുക്ക് നല്ല സാരി ബോഡി ഫിറ്റിംഗ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടും. ഇതിൻ്റെ അരികിലോട്ട് ഇങ്ങനെ ഒരു സ്കാലപ്പ് വർക്ക് പോലെ ഇങ്ങനെ കൊടുത്താൽ മതി. പിന്നീട് വേറെ ഒരു വർക്കും ചെയ്യേണ്ട, കാരണം സാരിയിലേക്ക് വർക്ക് നല്ല ഭംഗിയുള്ള വർക്കുകളാണ്.
ഇതിങ്ങനെ അരികിലൊരു ദാമൻ വർക്ക് പോലെ ഇങ്ങനെ വന്നിട്ട് ബോർഡറായിട്ട് വന്നിട്ട് ഇതിപ്പോൾ നമുക്ക് ലാച്ച ലെഹങ്ക അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റാവുന്ന മെറ്റീരിയലാണ്. ഇത് 60 വിഡ്ത്ത് ഉണ്ട്. ലെങ്ത് വരുന്നത് വർക്ക് വരുമ്പോഴേക്കും ഒരു 48 ഉണ്ടാവും. 48, 50 രണ്ട് സൈഡിൽ നിന്നുള്ള ഈ ഒരു വർക്ക് കഴിഞ്ഞിട്ട് ഇത് പെർ മീറ്റർ വരുന്ന 920 ആണ്. ബ്രൈഡൽ സാരി ആയിട്ട് വരെ നമ്മൾക്ക് ഇവിടുന്ന് ഷോപ്പിൽ നിന്ന് പോകുന്നുണ്ടത്. ചെറിയ ചെറിയ പ്ലേറ്റഡ് ആയിട്ട് ഇതൊക്കെ ഇപ്പം ഇങ്ങനെ ഒത്തിരി ട്രെൻഡി ആയിട്ട് വരുന്ന മെറ്റീരിയൽസ് ആണ്. ഇതിലേക്കാണ് നമ്മളുടെ ഓരോരോ പർട്ടിക്കുലർ ആയിട്ടുള്ള കളറുകൾ ആഡ് ചെയ്തിട്ട് ഇപ്പം നമുക്ക് ലാസ്റ്റ് നമ്മളുടെ നയൻതാരയുടെയൊക്കെ ആ ഒരു വെഡ്ഡിങ്ങിൽ വന്നിട്ടുള്ള ആ ഒരു ചില്ലി റെഡ് കളറിൽ വന്ന മെറ്റീരിയൽസൊക്കെ സിമിലർ ഇത്തരത്തിലുള്ള ലക്നവി ആ ഒരു മെറ്റീരിയലിൽ പാറ്റേണിൽ വന്നിട്ടുള്ള കളക്ഷൻസാണ്. അതിൽ വന്ന ആ ചില്ലി റെഡ് കളറാണ് ഇതിനെ നമ്മളുടെ ഡൈ ചെയ്ത് വരുമ്പോൾ വരുന്ന ഓരോരോ ഫോമാണത്. ഇത് നമുക്ക് പെർ മീറ്റർ 920 ആണ് വരുന്നത്. ഇതും ജോർജറ്റിൽ വന്നിട്ടുള്ള റണ്ണിങ് കിലോമീറ്റർ ബേസിൽ വർക്ക് വന്നിട്ട് നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ ഫ്ലോറൽ വർക്കാണിത്. ഇത് ഡൈ ചെയ്തെടുത്തിട്ട് വളരെ അസാധ്യമായിട്ടുള്ള ഒരു ഭംഗിയായിരുന്നു. നല്ല രസമുണ്ട്. 1295 ആണ്. ഒരുപാട് നല്ല വൈൻ കളറിലേക്ക്, പർപ്പിൾ കളറിലേക്ക്, ലാവൻഡർ ഷെയ്ഡിലേക്ക് ഒക്കെ ഏതൊരു ടോണിലോട്ടും നമ്മളിത് ഡാർക്കർ കളറിലേക്കാണ് ഇത് കൂടുതൽ നല്ല ഭംഗിയായിരുന്നത് ഡൈ ചെയ്തിട്ട്. നമ്മളുടെ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചുരിദാറിൻ്റെ അനാർക്കലിയൊക്കെ സെറ്റ് ചെയ്തെടുത്തപ്പോഴൊക്കെ ഒരുപാട് നല്ല എൻക്വയറി ഉണ്ടായിരുന്നു അതിന്. ഇത് വീണ്ടും ദാമൻ ഡിസൈനിൽ സാരിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഇതാണ്. താഴെ ഒരു സൈഡിലാണ് ഇതിൻ്റെ ഹെവി വർക്ക് വരുന്നത്. ഒരു ക്രീപ്പർ പാറ്റേണിൽ വന്നിട്ട് ഫുൾ ത്രെഡ് വർക്കും സീക്വൻസും കൂടെ വന്നിട്ടുള്ള കളക്ഷനാണ്. ഇതിങ്ങനെ വെഡ്ഡിങ് സാരിക്കൊക്കെ ആയിട്ട് ചെയ്തെടുക്കാം. ലെഹങ്ക, ലാച്ച, പാർട്ടി വെയർ ആയിട്ടുള്ള കോൺസെപ്റ്റിൽ ഏറ്റവും റെയർ ആയിട്ടുള്ള കളേഴ്സുകളെ ഡൈ ചെയ്തെടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന മെറ്റീരിയൽസാണ്. ഇത് സീക്വൻസ് സിൽവർ സീക്വൻസിൽ വന്നിട്ട് ജോർജറ്റിൽ, ഇത് സീക്വൻസ് സിൽവർ സീക്വൻസിൽ വന്നിട്ട് ജോർജറ്റിൽ. സാരിയൊക്കെ 5.5 മീറ്റർ എടുത്തിട്ട് ചെയ്തിട്ട് ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ കളറിലേക്കുള്ള ബ്ലൗസുകളും മറ്റേ ചെയ്തെടുത്ത് പ്ലെയിനായിട്ട് ഇപ്പോൾ ഡോള സിൽക്ക്, മസ്ലിൻ സിൽക്ക്, പിന്നെ മൊഡാൽ സിൽക്ക്, ഇത് മൂന്നും പാർട്ടി വെയർ ആയിട്ട് നമുക്ക് റോ സിൽക്ക് പോലെ ഇങ്ങനെ യൂസ് ചെയ്ത് ഇപ്പോൾ ഒത്തിരി പോകുന്നൊരു സിൽക്കാണ്. അതിൻ്റെയൊക്കെ പ്ലെയിനായിട്ട് ബ്ലൗസ് വേണമെന്നുള്ളവർക്ക് അത്തരത്തിലുള്ള സിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ബ്ലൗസ് പീസിന് യൂസ് ചെയ്തെടുക്കാം. ഇത് കോപ്പറിൽ വന്നിട്ടാണ് ഈ ജെറി വരണത്. ഇത് പ്യുവർ വിസ്കോസ് ജോർജറ്റിൽ വന്നിട്ട് കോപ്പറിലാണ് ഇതിൻ്റെ സീക്വൻസ് വർക്ക് വരുന്നത്. വളരെ ക്ലാസി ആയിട്ടുള്ള ഒരു കളർ ടോണാണ്. വളരെ സോഫ്റ്റാണ്. ഫുൾ ത്രെഡ് വർക്കും അനാർക്കലിയൊക്കെ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്ത് ഇത് സാരി ആയിട്ട് യൂസ് ചെയ്താലാണ് ഏറ്റവും കൂടുതൽ ഭംഗി വരണേ. സാരി സിമ്പിളായിട്ട് ഒരു 5.5 മീറ്റർ എടുക്കുക, അരികിലൊരു ടാസലും കേട്ടാൽ ഡൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കളർ കോൺസെപ്റ്റിലേക്ക് ഡൈ ചെയ്തിട്ട് അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ബ്ലൗസും കൂടെ ചെയ്തെടുത്താൽ ഏറ്റവും റെയറായിട്ട് നമുക്ക് ഏറ്റവും യുണീക്കായിട്ടുള്ള കളക്ഷനായിട്ട് മാറും. നമ്മൾ ഓരോരോ പാർട്ടി വെയർ ആയിട്ടുള്ള ഒക്കേഷൻസിലേക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കളക്ഷൻസാണ്. ഇതും ജോർജറ്റി തന്നെ ഫുൾ ത്രെഡ് വർക്ക് വിത്ത് ഗോൾഡൻ സീക്വൻസ്. ഫുൾ ത്രെഡാണ്, തിക്കായിട്ടുള്ള ഫുൾ ത്രെഡ് വർക്കാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ജെറി വർക്ക് പോലെ ഇങ്ങനെ വന്നിട്ട് ഗോൾഡൻ സീക്വൻസ് പോലെ ഇങ്ങനെ വന്നു. ഇത് പെർ മീറ്റർ 1350 ആണ് വരണേ. ഇത് വീണ്ടും ജോർജറ്റിൽ
കോപ്പർ വർക്ക് വരുന്നു. ഇതൊക്കെ ഇങ്ങനെ ജാക്കറ്റ് പോലെ ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ തന്നെ പ്ലെയിൻ മെറ്റീരിയൽ വെച്ചിട്ട് ഇന്നർ പീസും ഇതുകൊണ്ട് ജാക്കറ്റും പോലെ ജാക്കറ്റൊക്കെ ചെയ്തെടുത്താൽ എ ലൈൻ ഗൗണായിട്ട് ചെയ്തെടുക്കാം. ഈ കോപ്പറിൽ വരുന്ന ത്രെഡ് വർക്കാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത്. ഇതും വീണ്ടും ഒരു ബ്രൈഡൽ കോൺസെപ്റ്റിൽ ഫുൾ തിക്ക് വർക്കായിട്ട് വന്നിട്ട് ഇതിങ്ങനെ സാരിക്ക് പറ്റി സാരിയുടെ ബ്ലൗസായിട്ട് യൂസ് ചെയ്യാം. കുറച്ച് വർക്ക് കുറഞ്ഞ മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ സാരി സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഡൈ ചെയ്ത് വരുമ്പോഴുള്ള ഒരു കളർ കോമ്പിനേഷൻസ് സെയിം ആക്കി കൊടുത്താൽ മതി. നല്ല തിക്കായിട്ടുള്ള വർക്കാണ്. അല്ലെങ്കിൽ ഇത് ലാച്ച ലെഹങ്കയൊക്കെ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ ബ്ലൗസായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ക്രോപ്പ് ടോപ്പും ധാവണിയായിട്ട് ഓണം കോൺസെപ്റ്റിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഇതും ഡയബിൾ ആയിട്ടുള്ള വർക്ക് മെറ്റീരിയലാണ്. ഫുൾ ഗ്ലോസി ആയിട്ടുള്ള നമുക്ക് കുറച്ച് സിമ്പിളായിട്ടുള്ള മെറ്റീരിയൽ എടുത്തിട്ട് സാരി ചെയ്താൽ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കുറച്ച് തിക്ക് വർക്ക് വന്നിട്ടുള്ള മെറ്റീരിയൽ എടുത്തിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത്തരത്തിലുള്ളൊരു കോൺസെപ്റ്റിൽ പറ്റിയിട്ടുള്ളതാണ്. കാരണം ഈ വരുന്ന ഇത് ഇങ്ങനെ ഇത്രയും തിക്കായി വന്നതുകൊണ്ട് തന്നെ സാരിയുടെ ബ്ലൗസൊക്കെ ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഒരു ഓണം കോൺസെപ്റ്റിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന മെറ്റീരിയലാണിത്. ഇതും ജോർജറ്റിൽ തന്നെ ഇങ്ങനെ ഹെവി തിക്കായിട്ട് വന്നിട്ടുള്ള മെറ്റീരിയലാണ്. ഇതാണ് ഇതിൻ്റെ നല്ല വശം വരുന്നത്. ഈ കേരള ക്രീം ആൻഡ് ഗോൾഡൻ സീക്വൻസ് അങ്ങനെയാണ് ആ ഒരു കോൺസെപ്റ്റിലാണ്. ഇപ്പോൾ സെറ്റ് സാരി താഴോട്ട് സെറ്റ് സാരിയുടെ മെറ്റീരിയൽ എടുത്തിട്ട് ഒരു ധാവണി പോലെയും സെറ്റ് ചെയ്തിട്ട് ഇതൊരു തിക്ക് ഫാബ്രിക് ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു ചെറിയ ക്രോപ്പ് ടോപ്പ് പോലെ ഇങ്ങനെ ചെയ്തിട്ട് ധാവണിയായിട്ട് സെറ്റ് ചെയ്ത് എടുക്കുന്നവർക്കും ആ ഒരു കോൺസെപ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റാവുന്ന മെറ്റീരിയലാണ്. അതോടൊപ്പം തന്നെ ഡയബിളാണ്, നമുക്ക് എന്ത് പർപ്പസിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതും അതിൻ്റെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതൊക്കെ പുതിയ കളക്ഷൻസാണ്. വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു സ്റ്റാർ ഷൈനിങ് പോലെ വരുന്ന സീക്വൻസിൻ്റെ ഷൈനിങ്ങും ഫുൾ ത്രെഡ് വർക്കുമാണ്. ജോർജറ്റിൽ വന്നിട്ട് ഫുൾ ത്രെഡ് വർക്കാണ് വരുന്നത്. ഇത് പാനൽ ചെയ്തിട്ട് ജോർജറ്റിൽ വന്നിട്ടുള്ള പാനൽ അനാർക്കലി പോലെ ചെയ്തെടുക്കാം. ലെഹങ്ക ഇതിനോട് ചേർന്ന് പോകുന്ന ഡയബിളായിട്ടുള്ള ലേസസ് ബോർഡേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. ഇതിനോട് ഇങ്ങനെ ചേർന്ന് പോകുന്ന ഇത്രയും വീതിയിൽ വരുന്ന ബോർഡേഴ്സ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഫാബ്രിക്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളുടെ ആ ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള കളക്ഷൻസിൽ വരുന്ന ലെഹങ്കയൊക്കെ വരുന്നത്. ഫേമസ് ആയിട്ടുള്ള ഡിസൈനേഴ്സ് മനീഷ് മൽഹോത്ര, സബ്യസാക്ഷി അവരുടെയൊക്കെ കളക്ഷൻസിൽ വരുന്ന ഇത്തരത്തിലുള്ള ഫാബ്രിക്കിലേക്ക് ബോർഡേഴ്സ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടാണ് അവരുടെ ലെഹങ്കകളൊക്കെ മേക്ക് ചെയ്തെടുക്കുന്നത്. ഇത് സാരിക്ക് പറ്റിയിട്ടുള്ള വേറൊരു മെറ്റീരിയലാണ്. ജോർജറ്റിൽ വന്നിട്ട് ഫുൾ ത്രെഡ് വർക്കാണ്. ലക്നവി ത്രെഡ് വർക്ക് വിത്ത് സീക്വൻസ്, ഗോൾഡൻ സീക്വൻസ്. ഇത് പെർ മീറ്റർ 485 ആണ്. ജോർജറ്റിൽ വന്നിട്ട് ഇതിങ്ങനെ കട്ട് വർക്ക് പോലെ വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നെറ്റിൽ വന്നിട്ട് ഫുൾ കട്ട് വർക്കാണ് വിത്ത് ക്രോഷോ കട്ട് വർക്ക് വിത്ത് ത്രെഡ്. ആ ഒരു കോൺസെപ്റ്റാണ്. 950 ആണ് ഇതിൻ്റെ മീറ്റർ വരുന്നത്. പെർ മീറ്റർ 950 ആണ് വരണത്. കുറേ മൾട്ടി പർപ്പസിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ഈ സെയിം കളറ് തന്നെ ക്രോഷല്ലേഴ്സ് 4 അരികിൽ വെച്ചിട്ട് ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. വളരെ നല്ല ഭംഗിയായിട്ട്
ഞാനിതിൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് 4 സൈഡിലേക്കും നമ്മൾ ക്രോഷ്യലേസൊക്കെ വെച്ച് ടേബിൾ മാറ്റ് സെറ്റ് ചെയ്തെടുത്തപ്പോഴേക്കും ഒരു അസാധ്യമായ ഭംഗിയായിരുന്നു ഈ ഒരു കളക്ഷൻ വെച്ചിട്ട്. ഇത് വീണ്ടും ജോർജറ്റിൻ്റെ 6 ആഗ് വർക്ക് പോലെ ഇങ്ങനെ വന്നിട്ട് ഫുൾ ട്രെൻഡായിട്ട് വന്നതാണ് ഇത്. ഫുൾ മിറർ വർക്ക് മൾട്ടി കളറായി വന്നിട്ട് ഇത് പെർ മീറ്റർ 450 ആണ് വരണേ. പെർ മീറ്റർ 450. പേസ്റ്റൽ ടോണിൽ വന്നിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് ത്രെഡായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു കളറൊക്കെ ഇങ്ങനെ ഒരു ചുരിദാറിൻ്റെ ടോപ്പൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ട് ഇതിലേതെങ്കിലും ഒരു കളറൊക്കെ നമുക്ക് ബ്ലൗസ് പീസ് ഇത് ദുപ്പട്ടയായിട്ട് ചെയ്താലും നല്ല രസമായിരിക്കും. ഈ 6 ആഗ് ഇപ്പം ഇങ്ങനെ വരുന്ന ഒരുപാട് നല്ല ട്രെൻഡായിട്ട് വരുന്നുണ്ട്. ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഡയബിളായിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസാണ്. നമുക്കിത് ഏത് കളറിലേക്കും നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഫേവറേറ്റ് ആയ കളർ എന്ന് വെച്ചാൽ അതുപോലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ഏതാണെന്ന് വെച്ചാൽ അതിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക. ഇതോടൊപ്പം തന്നെ ഇത് വെബ്സൈറ്റിലേക്കും അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പാറ്റേൺസും ഒരുപാട് പുതിയ പുതിയ കളക്ഷൻസുമായിട്ട് പുണോളിൽ സിൽക്സ് ഞങ്ങളുടെ ആനുവൽ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.